കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം നയിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിനെതിരെ ജനങ്ങൾക്ക് ഒരു ജനവിരുദ്ധപരമായ സർക്കാരാണ് എന്ന അഭിപ്രായമുണ്ടോ എന്ന് സംശയിക്കേണ്ട തരത്തിലേക്കാണ് നിലവിലത്തെ സാഹചര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, സാധാരണക്കാരന്റെ പെൻഷൻ കൊടുക്കാത്തതിന്റെ പേരിൽ, സാധാരണക്കാരന്റെ ശമ്പളം കൊടുക്കാത്തതിന്റെ പേരിൽ, വന്ധ്യവയോധികരായവരുടെ പെൻഷൻ കൊടുക്കാത്തതിന്റെ പേരിൽ, KSRTC ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാത്തതിന്റെ പേരിൽ, സാധാരണക്കാരനെ പിച്ചച്ചട്ടിയെടുത്ത് തെരുവിലിറക്കിയതിന്റെ പേരിലൊക്കെ ജനങ്ങൾക്ക് ഈ സർക്കാരിനോട് വലിയ വിദ്വേഷമാണെന്ന് പറയുന്ന ഒരു വിഭാഗം. അപ്പുറത്ത് നവകേരള സദസ്സ് പോലെയുള്ള വലിയൊരു സദസ്സ്, മന്ത്രിമാരും പരിവാരങ്ങളുമായി വാഹന വ്യൂഹങ്ങളുടെ അകമ്പടിയോടുകൂടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് 140 മണ്ഡലങ്ങളിലും പോയി തങ്ങൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റി പറയുവാൻ വേണ്ടി ഒരു വലിയ മന്ത്രിസഭ അങ്ങനെ ജനങ്ങളിലേക്ക് എത്തുന്നത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ്. അത്തരത്തിൽ ദൂർത്തിന്റെ സർക്കാരാണെന്ന് പറയുന്ന ഒരു വിഭാഗം. കേരളീയം പോലൊരു പരിപാടി വളരെ ലഘുവായി ഇപ്പോഴത്തെ നിലവിലത്തെ സാമ്പത്തിക പ്രശ്നമനുസരിച്ച് സാമ്പത്തിക ഭദ്രത കുറവിന്റെ അടിസ്ഥാനത്തിൽ വളരെ ലഘുവായി നടത്തുവാൻ സാധിക്കുന്ന കേരളീയം പോലൊരു പരിപാടി കുട്ടിഘോഷിച്ച് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയതിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു വിഭാഗം. മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ അത്തരത്തിലാണ്. സർക്കാരിനോട് ജനങ്ങൾക്ക് വിദ്വേഷമാണ്, സർക്കാരിനോട് ജനങ്ങൾക്ക് എതിർപ്പാണ്, സർക്കാരിനോട് ജനങ്ങൾക്ക് തീർത്താൽ തീരാത്ത അമർഷമാണ്. മുഖ്യമന്ത്രി വേസ്റ്റ് ആണെന്ന് പറയുന്ന ഒരു വിഭാഗം, എല്ലാ വിഭാഗങ്ങളും, അതായത് സർക്കാരിന് കീഴിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അഴിമതിയാണെന്ന് പറയുന്ന ഒരു വിഭാഗം, ബാങ്കുകളിലൂടെ കോടിക്കണക്കിന് രൂപ CPM-ന്റെ നേതൃത്വം അടിച്ചു മാറ്റുന്നു എന്ന ആരോപണം ഉയർത്തുന്ന ഒരു വിഭാഗം. അതായത് മൊത്തത്തിൽ നോക്കിയാൽ കേരളത്തിലെ 100%-ൽ 90% ജനങ്ങളും അല്ലെങ്കിൽ അതിന് മുകളിൽ ശതമാനം ജനങ്ങളും ഈ സർക്കാരിന് എതിരാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ. അത് ശരിയാണോ? ഇവിടുത്തെ ജനങ്ങൾ ഈ സർക്കാരിന് എതിരാണോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ കാരണങ്ങൾ, ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ലൊരു മുഖ്യമന്ത്രിയാണോ, ഇവിടുത്തെ ഭരണസമിതി നല്ല ഭരണസമിതിയാണോ എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തൽ മനോരമ പത്രം നടത്തിയിരിക്കുകയാണ്. ആ മനോരമ പത്രത്തിന്റെ സർവേ, മുഖ്യമന്ത്രി മികച്ച മുഖ്യമന്ത്രിയാണോ, ഇവിടുത്തെ ഭരണകൂടം മികച്ചതാണോ എന്ന സർവേയുടെ ഫലങ്ങൾ ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് സർവേ നടത്താൻ പോകുന്നത്. കേരള മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും മാത്രം കാര്യമല്ല, ഇന്ത്യൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള സർവേ നടന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയാണോ, നരേന്ദ്രമോദിയാണോ, മറ്റേത് നേതാവാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസമ്മതനായ ദേശീയ നേതാവ്, ഏതാണ് മികച്ച പ്രതിപക്ഷം, കേരളത്തിലെ പ്രതിപക്ഷം മികച്ചതാണോ എന്നൊക്കെയുള്ള സർവേകളാണ് മലയാള മനോരമയിലെ ഇന്നത്തെ ദിനപത്രത്തിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ആ സർവേ പറ്റിയിട്ടുള്ള ഒരു അവലോകനമാണ്, ഒരു അനാലിസിസ് ആണ് ഇന്ന് നടത്താൻ പോകുന്നത്. ഡിസംബർ 14-ാം തീയതിയുള്ള, അതായത് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിലെ 11-ാം നമ്പർ പേജിലാണ് ഈ മനോരമ ന്യൂസ് സർവേ ഫലങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: രാഹുൽ പ്രിയ നേതാവ്, മുഖ്യനായി പിണറായി. അതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ജനപ്രീതിയുള്ള ദേശീയ നേതാവ് ആര് എന്നതാണ് ആദ്യത്തെ സർവേ. ആ സർവേയിൽ പറയുന്നത് 47.57% ആളുകൾ പറയുന്നു രാഹുൽ ഗാന്ധിയാണ് ജനപ്രീതിയുള്ള ദേശീയ നേതാവെന്ന്. സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ വളരെ ജനപിന്തുണയുള്ള, കേരളത്തിൽ കാര്യമായ ജനപിന്തുണയുള്ള രണ്ട് ദേശീയ നേതാക്കന്മാർ, ഒന്ന് രാഹുൽ ഗാന്ധിയും മറ്റൊന്ന് നരേന്ദ്രമോദിയുമാണ്. കേരളത്തിലെ ഒരു സാഹചര്യം അനുസരിച്ച് കേരളത്തിൽ BJP വിരുദ്ധർ വളരെ കൂടുതലാണ്. ഇടതുപക്ഷവും കോൺഗ്രസുമാണ് ഇവിടെ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. പക്ഷെ നിലവിൽ BJP കുറച്ച് ശക്തമായി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയാണോ നരേന്ദ്രമോദിയാണോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ നേതാവെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയാണെന്നുള്ള സർവേ തന്നെയാണ് വരാൻ സാധ്യത. അതിൽ 47.57 പേരാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വിലയിരുത്തപ്പെട്ട ഒന്നാണ്. ഭാരത് ജോഡോ യാത്രയിലൂടെയുള്ള ജനങ്ങളുമായുള്ള ഇടപെടലിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ ജനസമ്മതി ഉണ്ടായിട്ടുണ്ട്. അതും തീർച്ചയായും കണക്കിലാക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. 47.57% ആളുകളാണ് രാഹുൽ ഗാന്ധിയാണ് മികച്ച ജനപ്രീതിയുള്ള ദേശീയ നേതാവ് എന്ന് പറയുന്നത്. അതേസമയം നരേന്ദ്രമോദിയെ പറ്റി ചോദിക്കുമ്പോൾ വളരെ കുറവാണ്, താരതമ്യേന വളരെ വളരെ കുറവാണ് നരേന്ദ്രമോദിയെ പറ്റി. നരേന്ദ്രമോദി ഒരു മികച്ച ദേശീയ നേതാവാണെന്ന് പറയുന്നവരുടെ ശതമാനം 19.05 പേര് മാത്രമാണ് നരേന്ദ്രമോദി മികച്ച ഒരു ദേശീയ നേതാവാണെന്ന് പറയുന്നത്. ഇനി പിണറായി വിജയനിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഒരു ദേശീയ തലത്തിലൊന്നും അത്ര ശ്രദ്ധേയമല്ലാത്ത ഒരു പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഒരു മികച്ച ദേശീയ നേതാവാണോ എന്ന് ചോദിക്കുമ്പോൾ നരേന്ദ്രമോദിയെ ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവ് വരേണ്ടതാണ്. പക്ഷേ ഈ സർവേ നടന്ന കേരളത്തിലായതുകൊണ്ടും കേരളത്തിൽ ഇടതുപക്ഷം അത്രമേൽ ശക്തമായതുകൊണ്ടും 19.05 വന്ന നരേന്ദ്രമോദിക്ക് ഒപ്പം തന്നെ 11.48% ആളുകൾ പറയുന്നത് പിണറായി വിജയൻ മികച്ച ഒരു ദേശീയ നേതാവാണ് എന്നുള്ളതാണ്. പിണറായി വിജയൻ ഒരു ദേശീയ നേതാവാണോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. എന്നിരുന്നാൽ പോലും കേരളത്തിലെ ജനങ്ങൾ പറയുന്നു നരേന്ദ്രമോദിയേക്കാൾ മികച്ച
ദേശീയ നേതാവ് എന്ന തരത്തിലേക്ക് തന്നെയാണ് സർവേ നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം നരേന്ദ്രമോദിയേക്കാൾ വളരെ ചെറിയ ശതമാന വ്യത്യാസം മാത്രമേ പിണറായി വിജയനുള്ളൂ. ഇനി ശശി തരൂരിലേക്ക് വരുമ്പോൾ, ശശി തരൂർ ഒരു വിശ്വപൗരനാണ്. വിശ്വപൗരനായി കണക്കാക്കപ്പെടുന്ന ശശി തരൂരിന് പക്ഷേ ദേശീയ നേതാവാണോ എന്ന് ചോദിക്കുമ്പോൾ 7.81% മാത്രം ആളുകൾ ആണ് പറയുന്നത് ശശി തരൂർ ഒരു ദേശീയ നേതാവാണെന്ന്. അല്ലാത്തവരാരും അദ്ദേഹത്തെ ഒരു ദേശീയ നേതാവായി അംഗീകരിക്കുന്നില്ല. ഒരു വിശ്വപൗരനായി കണക്കാക്കുമ്പോൾ പോലും ഈ പറഞ്ഞ ശശി തരൂരിനെ ഒരു ദേശീയ നേതാവായി ആരും കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മനോരമയുടെ സർവേ പ്രകാരം ജനപ്രീതിയുള്ള ദേശീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഏക ഉത്തരമേ ഉള്ളത് രാഹുൽ ഗാന്ധിയാണ്. 47.57% മികച്ച മുന്നേറ്റത്തിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയാണ് ദേശീയ നേതാവ്. ഇനി മോദി സർക്കാരിന്റെ പ്രവർത്തനത്തെ പറ്റി പറയുമ്പോൾ അത് വിലയിരുത്തപ്പെടേണ്ട ഒരു പ്രവർത്തനമാണ്. പിണറായി വിരുദ്ധർ ഏറ്റവും കൂടുതലുണ്ട് എന്ന് പറയപ്പെടുന്ന കേരളത്തിൽ സ്വാഭാവികമായും പിന്നെ കണക്കാക്കപ്പെടേണ്ട ഭരണസ്ഥിരാകേന്ദ്രമായ കേന്ദ്ര സർക്കാരിന്റെ നേതാവായ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയാണ് പിന്നീട് വിലയിരുത്തപ്പെടുന്നത്. അതിൽ വളരെ നല്ലതാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ എന്ന് പറയുന്നത് വളരെ കുറവ് ആളുകളാണ്. 9.98% ആളുകൾ മാത്രമാണ് പറയുന്നത്. നിലവിൽ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിന്റെ ഭരണം വളരെ നല്ലതാണെന്ന് പറയുന്ന 9.98% ആളുകൾ മാത്രമാണ്. ഇനി നല്ലത് എന്ന് പറയുന്നവർ 17.17% പേരാണ്. 17.17% ആളുകളാണ് നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മികച്ചതാണെന്ന് പറയുന്നത്. ശരാശരിയിലേക്ക് വരുമ്പോൾ കുഴപ്പമില്ല, കൊള്ളാം, നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്ന രീതിയിൽ, ശരാശരിയാണെന്നുള്ള രീതിയിൽ മറുപടി നൽകുന്ന 30.24 ആളുകളാണ്. അതായത് കേരളത്തിലെ ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാർ ഒരു മോശപ്പെട്ട സർക്കാരാണെന്ന് അടിവരയിട്ട് പറയുന്നില്ല. 30.24 ആളുകൾ പറയുന്നു നരേന്ദ്രമോദി സർക്കാർ ഒരു ശരാശരി സർക്കാരാണെന്ന്. മോശമാണോ എന്ന് ചോദിച്ചാൽ അതും ശരാശരിയോട് അടുത്ത് തന്നെയുണ്ട്. 28.07 ആളുകൾ പറയുന്നു മോശമായ ഭരണമാണ് നിലവിൽ കേന്ദ്ര സർക്കാരിന് നരേന്ദ്രമോദിയുടെ സർക്കാർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് വളരെ മോശമാണോ എന്ന് ചോദിച്ചാൽ മനോരമ ന്യൂസിന്റെ സർവേ പ്രകാരം 14.54 ആളുകൾ പറയുന്നു വളരെ മോശമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം എന്ന് പറയുന്നത്. ഇനി ദേശീയ പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രവർത്തനം, ഇന്ത്യ മുന്നണി അടക്കമുള്ള പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രവർത്തനത്തെ പറ്റിയിട്ടാണ് പിന്നീടുള്ള അവലോകനം. ആ സർവേയിൽ പറയുന്നത് വളരെ നല്ലത് എന്ന് പറയുന്നത് 21.01, നല്ലത് എന്ന് പറയുന്നത് 33.95, ശരാശരി എന്ന് പറയുന്നത് 25.21, മോശം എന്ന് പറയുന്നത് 15.79, വളരെ മോശം എന്ന് പറയുന്നത് 4.04. അതായത് ഇവിടെ ഈ കണക്ക് പ്രകാരം നല്ലത് എന്ന് പറയുന്നവർ വളരെ കൂടുതലാണ്. കേന്ദ്ര പ്രതിപക്ഷം എന്ന് പറയുന്നത് നല്ലത് എന്ന് പറയുന്നത് 33.95, പക്ഷേ വളരെ മോശം എന്ന് പറയുന്നത് വളരെ കുറവാണ്, 4.04 പേര് മാത്രമാണ്. ദേശീയ തലത്തിലുള്ള പ്രതിപക്ഷ സഖ്യം വളരെ മോശമാണെന്ന് പറയുന്നവർ. ഇനി നിലവിൽ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വൻപിച്ച വിജയത്തോടുകൂടി കേരളത്തിൽ നിന്ന് വിജയിച്ചു പോയ UDF എംപിമാർ 19 UDF എംപിമാരടക്കം ഒരു LDF എംപി അടക്കമുള്ളവരുടെ നിലവിലത്തെ എംപിമാരുടെ പ്രവർത്തനങ്ങൾ, ആ എംപിമാരുടെ പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യുമ്പോഴുള്ള മനോരമ ന്യൂസിന്റെ സർവേയാണ് പറയുന്നത്. അതിൽ വളരെ നല്ലത് എന്ന് പറയുന്നത് 19.42, നല്ലത് എന്ന് പറയുന്നത് 37.82, ശരാശരി എന്ന് പറയുന്നത് 23.96, മോശം എന്ന് പറയുന്നത് 16.43, വളരെ മോശം എന്ന് പറയുന്നത് 2.37. അതായത് മൊത്തത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷം വളരെ മോശമാണെന്ന് പറയുന്നവർ വളരെ കുറവാണ്. അതിൽ തന്നെ UDF എംപിമാരുടെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള UDF എംപിമാരുടെ 19 UDF എംപിമാരുടെയും ഒരു LDF എംപിയുടെയും പ്രവർത്തനം വളരെ മോശമാണെന്ന് പറയുന്നവർ വളരെ കുറവാണ്. അതിൽ നല്ലതെന്ന് പറയുന്ന ശതമാനമാണ് കൂടുതൽ, 37.82 പേരാണ് നല്ലതെന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഇവിടെ നമ്മൾ പറയുന്ന കാര്യം കേരളത്തിൽ ആരാകണം മുഖ്യമന്ത്രി എന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ജനവിരുദ്ധ സർക്കാരാണെന്ന് പറയുന്നവരുണ്ട്, കേരളത്തിലെ സർക്കാർ മോശമാണെന്ന് പറയുന്നവരുണ്ട്, മുഖ്യമന്ത്രി വളരെ മോശമാണെന്ന് പറയുന്നവരുണ്ട്, മുഖ്യമന്ത്രി വേസ്റ്റ് ആണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴും മനോരമയുടെ ന്യൂസ് സർവേ പ്രകാരം ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആരാണ്, അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്ന ചോദ്യത്തിന് 27.5% ആളുകളും പറയുന്നത് 27.5% ആളുകളും പറയുന്നത് പിണറായി വിജയനാകണം എന്നാണ്. 14.45% ആളുകൾ പറയുന്നു ശശി തരൂർ ആകണമെന്ന്, 14.37% ആളുകൾ പറയുന്നു KK ശൈലജ ആകണമെന്ന്, 8.75% ആൾ പറയുന്നു VD സതീശനാകണമെന്ന്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ജനവിരുദ്ധ സർക്കാരാണെന്ന് പറയുമ്പോഴും പ്രതിപക്ഷം വളരെ നല്ലതാണെന്ന് പറയുമ്പോഴും പ്രതിപക്ഷത്തിലെ മുഖ്യമന്ത്രിയായി വരേണ്ടത് VD സതീശനാണോ എന്ന് ചോദിക്കുമ്പോൾ 8.75% ആളുകൾ മാത്രം
ആളുകളാണ് പറയുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരണമെന്ന്. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരണമെന്ന് ചോദിക്കുമ്പോൾ 27.5% ആളുകൾ പറയുന്നു വരണമെന്ന്. ശശി തരൂരിലേക്ക് വരുമ്പോൾ 14.45%. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയായി കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയായി വരണമെങ്കിൽ അത് ശശി തരൂരായി വരണമെന്നാണ് മനോരമ ന്യൂസിന്റെ സർവേയിൽ പറയുന്നത്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, 2016 മുഖ്യമന്ത്രി കാൻഡിഡേറ്റായി മുൻപിൽ നിർത്തിയ രമേശ് ചെന്നിത്തല മനോരമ ന്യൂസിന്റെ ഒരു ഭാഗത്തും വന്നിട്ടില്ല. അദ്ദേഹത്തെ മനോരമ ന്യൂസും പുറന്തള്ളിയ ഒരു അവസ്ഥയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം പിണറായി സർക്കാരിന്റെ പ്രവർത്തനത്തെ പറ്റിയിട്ടുള്ളതാണ്. അതിൽ 18.95% ആളുകൾ മാത്രമാണ് പറയുന്നത് വളരെ നല്ല ഒരു ഭരണകക്ഷിയാണ്, പിണറായി സർക്കാരിന്റെ പ്രവർത്തനം വളരെ നല്ലതാണെന്നൊക്കെ പറയുന്നത്. നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ 33.23%, അതായത് നല്ലൊരു ഭൂരിപക്ഷം ആളുകളും പറയുന്നത് നല്ലത് ആണ്. വളരെ നല്ലതാണോ എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ അഭിപ്രായമില്ല. പക്ഷെ നല്ലതാണ് എന്ന് പറയുന്ന 33.03% ആളുകളുടെ ശരാശരി കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയുന്നവർ 29.05 ആളുകളാണ്. അതായത് 18.95 32.23 കൂടി കൂട്ടുമ്പോൾ, അതായത് വളരെ നല്ലതാണ് എന്നുള്ള രീതിയിൽ ഒരു കണക്ക് പൂർണ്ണമായി മൊത്തത്തിലെടുക്കുമ്പോൾ 51.18% ആളുകളും പറയുന്നു പിണറായി വിജയന്റെ സർക്കാർ മികച്ച സർക്കാരാണെന്ന്. ഇനി അതിന്റെ കൂടെ ശരാശരി കൂടി നമ്മളൊന്ന് കണക്ക് കൂട്ടുമ്പോൾ 29.05 കൂടി കണക്കാക്കുമ്പോൾ 80.23% ആളുകൾ പറയുന്നു കേരളത്തിലെ സർക്കാർ നല്ലതാണ്, ആ സർക്കാരിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല സർക്കാരാണെന്ന അഭിപ്രായമാണ് 80.23% ആളുകളും പറയുന്നത്. അപ്പോ കേരളത്തിലെ ഈ ജനവിരുദ്ധ കേരളത്തിലെ സർക്കാർ ജനവിരുദ്ധ സർക്കാരാണെന്ന് പറയുന്ന ആളുകൾ ഇവിടെ ഭൂരിപക്ഷം ആളുകളും ഈ സർക്കാരിനെ വെറുക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അതിനെതിരെയുള്ള ഒരു സർവേയാണ് മനോരമ ന്യൂസിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെ അവലോകനം ചെയ്യുമ്പോൾ അത് നല്ലതാണോ, പിണറായി സർക്കാരിന്റെ പ്രവർത്തനം നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ 18.95% ആളുകളുണ്ടെങ്കിൽ വളരെ നല്ലതാണ് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്ന 17.94 ആളുകളുണ്ട്. ഇനി നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ 33.23 പിണറായി സർക്കാരിന്റെ പ്രവർത്തനം 33.23 എന്ന് പറഞ്ഞെടുത്ത് 33.06% ആളുകൾ പറയുന്നു നല്ലതാണ് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനമെന്ന്. പിണറായി സർക്കാരിന്റെ ശരാശരി പ്രവർത്തനം 29.05 ആണെന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെത് 27.04 പറയുന്നവരാണ് ഭൂരിപക്ഷം. മോശമാണെന്ന് അഭിപ്രായമുള്ളവർ 18.72, അതായത് സംസ്ഥാന പ്രതിപക്ഷം മോശമാണെന്ന് പറയുന്നവർ 18.72. അവിടെയും പിണറായി സർക്കാരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. പക്ഷേ വളരെ മോശമാണോ സംസ്ഥാന പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം എന്ന് ചോദിക്കുമ്പോൾ അവിടെ 2% ആളുകൾ മാത്രമാണുള്ളത്. പക്ഷേ പിണറായി സർക്കാരിന്റെ പ്രവർത്തനം മോശമാണോ ചോദിക്കുമ്പോൾ 4.49 പേർ, അതായത് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെക്കാൾ ഇരട്ടി ആളുകൾ പറയുന്നു പിണറായി സർക്കാരിന്റെ പ്രവർത്തനമാണ് മോശമെന്ന്. അതായത് നിലവിലത്തെ മനോരമ ന്യൂസിന്റെ കണക്കുകൾ പ്രകാരം സർക്കാർ അത്ര മോശപ്പെട്ട ഒരു സർക്കാരല്ല, വളരെ നല്ല സർക്കാരാണെന്ന് പറയുന്നവരുണ്ട്, നല്ല സർക്കാരാണെന്ന് പറയുന്നവരുണ്ട്, മോശമല്ലാത്ത സർക്കാരാണെന്ന് പറയുന്നവരുണ്ട്. അതായത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഇവിടെ തുല്യാതുല്യരാണ്. പക്ഷെ എങ്കിൽ പോലും ചെറിയ തോതിൽ ഇവിടെ പിണറായി സർക്കാരിനെ അനുകൂലിക്കുന്നവരാണ് കൂടുതലും മനോരമ ന്യൂസിന്റെ സർവേ പ്രകാരം. അപ്പോ ഇവിടെ ഉയരുന്ന ചോദ്യം വളരെ വ്യക്തമാണ്, എവിടെ പോയി കേരളത്തിലെ സർക്കാർ ജനവിരുദ്ധ സർക്കാരാണ് എന്ന അഭിപ്രായം മുഴക്കിയവർ, എവിടെ പോയി സർക്കാരിനെതിരെ പ്രതിഷേധിച്ചവർ? അപ്പൊ ഇവരുടെ ഒന്നും സർവേ മനോരമ ന്യൂസ് എടുക്കാഞ്ഞതാണോ? വ്യക്തമായ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ പുറത്താണോ ഈ സർവേ വന്നിരിക്കുന്നത്? അല്ലെങ്കിൽ മനോരമ ന്യൂസ് എല്ലാ കാലത്തും കോൺഗ്രസിനോടൊപ്പം നിന്ന ഒരു മാധ്യമമാണ്, കോൺഗ്രസിന് കൃത്യമായി കളമൊരുക്കി കൊടുത്ത ഒരു മാധ്യമമാണ്, ആ മാധ്യമം എന്തേ കോൺഗ്രസിനെ കൈവിട്ടത് എന്ന ശക്തമായ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു സർവേയാണ് മനോരമ ന്യൂസിന്റെ സർവേ.